മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട യേശു എന്ന നാമമല്ലാതെ വേറൊരു നാമമില്ല. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു രക്ഷകനാണ്. യേശുക്രിസ്തു ലോകരക്ഷകനാണ്. യേശുക്രിസ്തു നമ്മെ രക്ഷിക്കുന്ന ദൈവമാണ്. ദൈവം മനുഷ്യനായി ഈ ഭൂമിയിൽ വന്നു. നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് കാൽവറി ക്രൂശിൽ നമുക്ക് പകരമായി യാഗമായി തീർന്നു. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചു, അപ്പോൾ എല്ലാവരും മരിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മെ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും രക്ഷിക്കുവാൻ, നമ്മെ വീണ്ടെടുക്കുവാൻ, നമ്മെ നഷ്ടപ്പെട്ട തേജസ്സിലേക്കും ഭവനത്തിലേക്കും ജീവനിലേക്കും മടക്കി വിളിക്കുവാൻ യേശു കർത്താവ് ലോകത്തിൽ വന്നിരിക്കുകയാണ്. ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ പാപത്തെ ചുമന്നുകൊണ്ട് യേശു ക്രൂശിൽ മരിച്ചു. യേശു കർത്താവിനെ അടക്കം ചെയ്തു. എന്നാൽ 3-ാം നാൾ മരണത്തെ ജയിച്ചുകൊണ്ട്, പാപത്തെ ജയിച്ചുകൊണ്ട് യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റു. യേശു ഇന്നും ജീവിക്കുകയാണ്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ പിതാവാം ദൈവം നീതീകരിക്കുന്നു. യേശുവിൽ വിശ്വസിക്കുന്നവരെ ദൈവം വിശുദ്ധീകരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പാപം എത്ര കടും ചുവപ്പായിരുന്നാലും അതിന് ഹിമം പോലെ വെളുപ്പിക്കുവാൻ യേശുവിൻ്റെ രക്തത്തിന് കഴിയും. നിങ്ങൾ ഇന്ന് പകൽ ദൈവസന്നിധിയിൽ സമ്മതിക്കണം. യേശുവേ, അവിടുന്ന് ഈ ഭൂമിയിൽ വന്നത് എനിക്ക് വേണ്ടിയാണ്, എൻ്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടിയാണ്. ഞാനൊരു പാപിയായ മനുഷ്യനാണ്. എന്നെ സഹായിക്കണമേ, എന്നെ ശുദ്ധീകരിക്കണമേ. നമ്മുടെ പാപങ്ങളെ നാം ഏറ്റുപറയുമ്പോൾ, യേശു ക്രിസ്തുവിൽ നാം വിശ്വസിക്കുമ്പോൾ, കടും ചുവപ്പായിരിക്കുന്ന പാപത്തെപ്പോലും ഹിമം പോലെ വെളുപ്പിക്കുവാൻ യേശുവിൻ്റെ രക്തം നമുക്ക് വേണ്ടി സംസാരിക്കും. യേശുവിൻ്റെ രക്തം നമ്മെ ശുദ്ധീകരിക്കും. അതേ പ്രിയപ്പെട്ടവരെ, നമ്മെ പാപങ്ങളിൽ നിന്ന് വീണ്ടെടുക്കുവാൻ, രക്ഷിക്കുവാൻ ഒരുവനെ ഈ ഭൂമിയിൽ വന്നിട്ടുള്ളൂ. അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ഇന്ന് പകൽക്കാലം ഈ ദൈവവചനത്തോട് നിങ്ങൾ പ്രതികരിച്ചാൽ ദൈവം നിങ്ങൾക്ക് നൽകാൻ പോകുന്നത് സമാധാനമാണ്. യേശു പറഞ്ഞു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല. യേശുക്രിസ്തുവിൻ്റെ സമാധാനം സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനമാണ്. അത് നിത്യസമാധാനമാണ്. അതിനെ കീഴ്പ്പെടുത്തുവാൻ മരണത്തിന് സാധ്യമല്ല. അത് മരണത്തിനപ്പുറവും തുടരുന്ന സമാധാനമാണ്. യേശു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് നൽകിയ സമാധാനം മരണത്തെ കീഴ്പ്പെടുത്തിയ സമാധാനമാണ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമ്മെ രക്ഷിക്കുവാൻ, നമ്മെ വീണ്ടെടുക്കുവാൻ ഒരുവനെ ഈ ഭൂമിയിൽ വന്നിട്ടുള്ളൂ. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. യേശുവിനെ കർത്താവെന്ന് വായിക്കൊണ്ട് ഏറ്റുപറയുകയും യേശുവിനെ ദൈവം മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ദൈവവചനത്തോട് പ്രതികരിക്കാം. ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം. ഇത് ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ സമയമാണ്. ദൈവവചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.